രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന് പിന്നാലെ ഒളിവിൽ പോയ പുതിയകാവ് ദേവസ്വം ഭാരവാഹികൾ പിടിയിൽ. ക്ഷേത്രം ഭാരവാഹികളും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 9 പേരെ മൂന്നാറിൽ നിന്നാണ് ഹിൽ പാലസ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ പിടിയിലായ 4 പേരെ റിമാൻഡ് ചെയ്തിരുന്നു. സ്ഫോടനത്തിൽ മാജിസ്റ്റീരിയൽ അന്വേഷണം ഇന്ന് ആരംഭിക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് കളക്ടർ NSK ഉമേഷ് പറഞ്ഞു. ഇല്ല, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പല വീടുകൾ, അടുത്തുള്ള വീടുകൾ, കുറച്ച് മോർ ദൻ 500 മീറ്റേഴ്സ് റേഡിയസ് ഉള്ള വീടുകളും ഡാമേജ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് അടിയന്തരമായിട്ട് നമ്മൾ ഈ ഡാമേജ് അസസ്മെൻറ്റ് നടത്തണം. അത് ചെറിയ കാര്യമല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഒരു മോർ ദൻ 300 ഹൗസസ് ആണ് പലതരപ്പെട്ട ഡാമേജ്. വലിയ ഡാമേജ് ആയത് ആ സ്ഫോടനമുണ്ടായ അടുത്തുള്ള വീടുകൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടതാണ്. അതല്ലാതെ ചെറിയ ചെറിയ ഡാമേജസ് ഉണ്ടായതെല്ലാം ചേർത്ത് മോർ ദൻ 300 ഹൗസസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാമേജ്, മേജർ ഡാമേജ്, മൈനർ ഡാമേജ് എല്ലാം ഉണ്ടായ ഹൗസസ് ഉണ്ട്. പരിശോധിച്ച ശേഷം ബലക്ഷയമുള്ള കെട്ടിടങ്ങൾ ആവശ്യമെങ്കിൽ പൊളിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം സബ് കളക്ടർ K മീരയും പറഞ്ഞു. ഇവിടെ ഉണ്ടായ ബ്ലാസ്റ്റിൻ്റെ ഒഫീഷ്യൽ മജിസ്റ്റീരിയൽ എൻക്വയറി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഒരുപാട് പേരുടെ മൊഴിയെടുക്കാനുണ്ട്. നമ്മൾ ഇന്ന് സൈറ്റ് വിസിറ്റാണ് നടത്തിയത്. പ്രിലിമിനറി ആയിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. നമ്മുടെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് ഇവിടെ അപകടം ഉണ്ടാവാനിടയായ സാഹചര്യം, അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നോ, എങ്ങനെയാണത് അവിടെ ഒരു തീപിടുത്തത്തിലേക്ക് അത് നയിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അന്വേഷിക്കുന്നത്. ഇവർക്ക് നമ്മളുടെ അറിവിൽ ഇതുവരെ എവിടെ നിന്നും ഒരു പെർമിറ്റും ഇല്ല, ഒരു പെർമിഷൻ ഇല്ല. അവർക്ക് അത് മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല, സ്റ്റോർ ചെയ്യാനോ ഡിസ്പ്ലേ ചെയ്യാനോ ഒന്നിനുള്ള ലൈസൻസ് കോൺട്രാക്ടറോ അമ്പലോ എടുത്തതായിട്ട് നമ്മുടെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിലൊരു വീഴ്ച വന്നതായിട്ട് നമുക്ക് പ്രൈമ ഫേസ് നമുക്ക് പറയാൻ പറ്റില്ല. അതിനിടെ തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. അപകടത്തിന് കാരണമായ സ്ഫോടക വസ്തുക്കളുമായി ട്രാവലർ എത്തുന്നതും സ്ഫോടനത്തിന് പിന്നാലെ തീ ആളിക്കത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ശ്രീകാന്ത്, വിവരങ്ങളുമായി ശ്രീകാന്ത്, ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അതിൻ്റെ എത്രത്തോളം രൂക്ഷമാണ് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എത്ര തീവ്രമായ സ്ഫോടനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ഇപ്പോൾ എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? 10:46 ഈ സ്ഫോടനം നടക്കുന്നത്. ഈ 10:46 ഈ വാഹനം അവിടേക്ക് എത്തുന്നത്. 11:00 സ്ഫോടനം നടക്കുകയും ചെയ്തു. അതിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഏറ്റവും അടുത്ത് നിന്നുള്ള ഈ ദൃശ്യങ്ങൾ. ആദ്യം സ്ഫോടനം നടക്കുകയും പിന്നീട് തീ വലിയ രീതിയിൽ ആ പ്രദേശത്താകെ പടർന്നു പിടിക്കുകയും ചെയ്യുന്നത് കാണാം. തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നിട്ടുള്ളത്. ആ വീട് തകർന്നു വീഴുന്ന, ആ വീടിന്റെ ജനാലച്ചില്ലുകളൊക്കെ പൊട്ടുന്നതും ഓടൊക്കെ പൊട്ടി തകർന്നു വീഴുന്നതും ഒക്കെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്ര അടുത്ത് നിന്നുള്ള, ഇത്രയും ക്ലോസ് ആയുള്ള ദൃശ്യങ്ങൾ ഇതാദ്യമായാണ് പോലീസിനടക്കം ലഭിക്കുന്നത്. പോലീസും അതോടൊപ്പം മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തുന്ന സബ് കളക്ടറും ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. ശേഷമായിരിക്കും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാഹനം വന്ന സമയം, ആ വാഹനത്തിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്ത രീതി, ഇതെല്ലാം തന്നെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇന്ന് 9 പേരെ മൂന്നാറിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ അമ്പലവുമായി ബന്ധപ്പെട്ട, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചുമതലക്കാരെയാണ് കസ്റ്റഡിയിലെടുത്തത്. 4 പേരെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വീഡിയോ എവിഡൻസ് ഒക്കെ തന്നെ വളരെയധികം ഗുണം ചെയ്യും എന്ന് പോലീസ് കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ഫോടനം നടന്ന ശേഷം പോലീസിനും അന്വേഷണ സംവിധാനങ്ങൾക്കും കിട്ടിയ ഏറ്റവും അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, അതിന്റെ വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്.